പത്തനംതിട്ടയിൽ സീറ്റ് നിഷേധിച്ചതിൽ വീണ്ടും അതൃപ്തി പരസ്യമാക്കി പി.സി. ജോർജ്. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് വെള്ളാപ്പള്ളി നടേശനാണെന്നും ആരോപണമുണ്ട്. ക്രൈസ്തവ സംഘടനകളുടെ നിരാശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും പി.സി. ജോർജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതിർത്തിയെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം. പി.സി. ജോർജിനെ തള്ളി എം.ടി. രമേശും രംഗത്തെത്തി. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച പി.സി. ജോർജ് വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിച്ചു. ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണെന്ന് അറിഞ്ഞില്ല. തന്നെ സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിച്ചിരുന്ന ക്രൈസ്തവരുടെ നിരാശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ക്രൈസ്തവനൊരു ലീഡർഷിപ്പില്ല. പി.സി. ഒരു ലീഡർഷിപ്പിലേക്ക് കടന്നു വരുന്നത് വളരെ സന്തോഷമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ബി.ജെ.പി. ആണ്. അതുകൊണ്ട് മാറ്റി 19 നിയോജകമണ്ഡലത്തിലും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യണം തീരുമാനിച്ചു. അങ്ങനെ ഒത്തിരി സംഘടന തീരുമാനിച്ചു. അതെല്ലാം ഇപ്പം വെള്ളത്തിലാക്കി പോയി. അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അവരോട് സംസാരിക്കാനിരിക്കുക. വെള്ളാപ്പള്ളിയാണ് ആദ്യം എന്നെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അയാളാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത് എനിക്കറിയത്തില്ലായിരുന്നു. പത്തനംതിട്ടയെ പ്രതിനിധീകരിക്കാൻ താൻ അനുയോജ്യനാണെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി. വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. 7 പ്രാവശ്യം MLA ആയിട്ടുണ്ട്. വളരെ ജനകീയനായ, വളരെ സ്ട്രോങ് ബോൾഡായിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പിന്തുണ വെച്ച് തന്നെയായിരിക്കും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നത്. പി.സി. ജോർജിന്റെ അതൃപ്തിയെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. കാരണം പി.സി. ജോർജ് ഞാനും തമ്മിൽ സീറ്റിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ എന്താണ് പി.സി. ജോർജ് കൃത്യമായിട്ട് പറഞ്ഞത് എന്ന് എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനും പറ്റിയില്ല. പി.സി. ജോർജിനെ തള്ളി കോഴിക്കോട്ടെ എൻ.ഡി.എ സ്ഥാനാർത്ഥി എം.ടി. രമേശും രംഗത്തെത്തി. പി.സി. ജോർജ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗമാണല്ലോ. ബി.ജെ.പി പ്രവർത്തകനാണ് അദ്ദേഹം, ബി.ജെ.പിയുടെ നേതാവാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം അത് പരിഹരിക്കും. സീറ്റ് ലഭിക്കാത്തതിലുള്ള പി.സി. ജോർജിന്റെ അതൃപ്തിയും പരസ്യ പ്രസ്താവനകളും എൻ.ഡി.എയെ വെട്ടിലാക്കിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തൊട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.